വളരെ പെട്ടെന്ന് കേരള സ്റ്റൈലിലൊരു ചിക്കൻ കറി. എത്ര കറി വയ്ക്കാൻ അറിയാത്തവർക്കും കുക്കറിൽ 10 മിനിറ്റ് കൊണ്ട് നമുക്കൊരു ചിക്കൻ കറി റെഡിയാക്കാം. അപ്പോൾ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കിയാലോ. ചിക്കൻ ആവശ്യമായ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം കൂടെ നമുക്ക് ഇരിക്കലിലിട്ടൊന്ന് ചതച്ചെടുക്കാം. ഇത് കറിക്ക് നല്ല രുചിയും മണവും നൽകും. ഇതാ നമ്മുടെ ചതച്ച മസാല റെഡി. കുറച്ച് കറിവേപ്പില പൊട്ടിച്ചിട്ട് തരാമേ. ഞാൻ ചിക്കൻ കറിക്ക് ആവശ്യമുള്ള കറിവേപ്പില ഇവിടുന്ന് പൊട്ടിക്കാം. ഇത് എൻ്റെ കറിവേപ്പിലയാണ് കേട്ടോ. കുഞ്ഞ് കറിവേപ്പില മരമാണ്. ഇതിനകത്ത് അപ്പോൾ അത്യാവശ്യത്തിനുള്ളത് എടുക്കാം. ഇതാ നമ്മുടെ കുക്കർ ചിക്കന് വേണ്ട ഇൻഗ്രീഡിയൻസ് എല്ലാം. സവാള ഉള്ളി, ചെറിയ ഉള്ളി, തക്കാളി, പച്ചമുളക്, ചതച്ച മസാല, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പട്ട, ഗ്രാമ്പു, ഏലയ്ക്ക അതെല്ലാം. പിന്നെ നമ്മുടെ നിറവറ ചിക്കൻ മസാല. ഇനി നമുക്ക് ചിക്കൻ ഈ മസാല വരട്ടി വയ്ക്കാം. അതിനകത്ത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചത്, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുരുമുളക് പൊടി, പകുതി നാരങ്ങ നീര്, ഇത്രയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഈ മസാലകളെല്ലാം കൂടി ചിക്കനിലോട്ട് തട്ടിയിട്ടിട്ട് നമുക്ക് ഒരു നാരങ്ങയുടെ പകുതി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് പിഴിഞ്ഞതിനകത്തോട്ട് ഒഴിക്കാം. ഇത് ചിക്കന് നല്ല ഫ്ലേവർ കൊടുക്കും, നല്ലൊരു മണവും രുചിയും. ഇതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. ഇനി നമുക്ക് ആവശ്യത്തിന് നിറവറ ചിക്കൻ മസാല കൂടി ചേർക്കാം. ഇത് കറിക്ക് നല്ല കളറും ഫ്ലേവറും കിട്ടാൻ ഹെൽപ്പ് ചെയ്യും. എല്ലാ മസാലയും ചിക്കനിൽ നന്നായി പിടിപ്പിക്കണം. കൈകൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് തിരുമ്മിയെടുക്കാം. ഇങ്ങനെ ചെയ്താൽ മസാലയുടെ ടേസ്റ്റ് ചിക്കനിൽ നന്നായി ഇറങ്ങും. ഇനി നമുക്ക് കുക്കർ അടുപ്പത്ത് വെച്ച് കുറച്ച് എണ്ണ ഒഴിക്കാം. എണ്ണ നന്നായി ചൂടായി വരട്ടെ. എണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ പട്ട, ഗ്രാമ്പു, ഏലയ്ക്ക, കറുവപ്പട്ട ഇതിടുക. അടുത്തത് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതിലേക്ക് ഇടാം. ഇതുകൂടി നന്നായി വഴറ്റിയെടുക്കണം കേട്ടോ. പച്ചമണം മാറണം. ഇതിലേക്ക് നമുക്ക് ചെറിയ ഉള്ളി കൂടെ ഇടാം. ഫ്ലെയിം മീഡിയം വെച്ചാൽ മതി കേട്ടോ. ചെറിയ ഉള്ളി ഒന്ന് ചുമന്ന് വരുമ്പോഴാണ് നമ്മൾ സവാള ഉള്ളി ഇടുന്നത്. ചെറിയ ഉള്ളി ഞാൻ കട്ട് ചെയ്യാതെ മുഴുവനെ തന്നെ ഇട്ടിരിക്കുകയാണ്. അതൊന്ന് ചുമന്ന് വരുമ്പോൾ നമുക്ക് അതിലേക്ക് സവാള ഉള്ളി ഇടുക. അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള ഉള്ളി ഇടുക. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക. ആവശ്യത്തിന് ഒരു ശകലം ഉപ്പും കൂടെ ചേർക്കാം. ഇനി സവാള ഉള്ളിയും ചെറിയ ഉള്ളിയും നല്ലോണം വഴറ്റിയെടുക്കണം. സവാള ഒന്ന് ബ്രൗൺ കളർ ആകുന്നത് വരെ ഇളക്കണം. അപ്പോഴാണ് കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നത്. ഈ ഒരു കളർ കിട്ടണം. അപ്പോഴേക്കും നമുക്ക് തക്കാളിയും കറിവേപ്പിലയും കൂടി ഇതിനകത്തിടാം. ഒരു 1.5 തക്കാളിയാണ് ഞാൻ ഇട്ടേക്കുന്നത്. അതിട്ട് നന്നായിട്ടൊന്ന് വഴറ്റണം. ഒരു മിനിറ്റ് ഒന്ന് മൂടി വെച്ചാൽ ഈ തക്കാളി നന്നായിട്ട് ഒന്ന് സോഫ്റ്റ് ആവും. ഇനി നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കന് ഈ വഴറ്റിയ വച്ചിരിക്കുന്ന മസാലയിലേക്ക് ഇടാം. വെള്ളം ഒട്ടും ഒഴിക്കേണ്ട. ചിക്കനിൽ നിന്നും വെള്ളം ഇറങ്ങും. അതിന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ ആ കുക്കറിൻ്റെ മൂടി വിസിലിടാതെ തന്നെ ഒരു 2 മിനിറ്റ് വെക്കുക. അപ്പം ഈ ചിക്കനിലെ വെള്ളം ഇറങ്ങി ചിക്കൻ ഒന്ന് സോഫ്റ്റ് ആവും. ഇനിയാണ് നമ്മൾ ചിക്കനിലേക്ക് ആവശ്യമുള്ള മസാലകൾ ഇടുന്നത്. ഇതിലേക്ക് നമുക്ക് ആവശ്യമായ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, നമ്മുടെ നിറവറ ചിക്കൻ മസാല ആവശ്യത്തിന് ഇട്ടിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇത് ഇങ്ങനെ മസാല ഇടുമ്പോൾ നമുക്ക് നമ്മുടെ കറിക്ക് നല്ല ഫ്ലേവറും കളറും കിട്ടും. നല്ല സ്പൈസിയും കാണും. എന്നിട്ട് നമുക്കൊന്ന് മൂടി വയ്ക്കാം. മൂടിയിട്ട് വിസിലിടാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു വിസിൽ മതി. ഒറ്റ വിസിൽ മതി നമ്മുടെ ചിക്കൻ കറി റെഡിയാവാൻ. അപ്പം നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡിയായിരിക്കുകയാണ്. വളരെ പെട്ടെന്ന് നമുക്ക് കുക്കറിൽ വെക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ റെസിപ്പിയാണ്. ഇനി ഈ വിസിലിൻ്റെ എയറെല്ലാം പോയി കഴിയുമ്പോൾ നമ്മൾ വിസിൽ ഊരി മാറ്റിയിട്ട് കുക്കർ തുറന്ന് നോക്കിയാൽ നല്ല ടേസ്റ്റിയായ യമ്മി ചിക്കൻ കറി റെഡിയാണ്. ചപ്പാത്തിക്കും ചോറിനും എല്ലാം നല്ല ഒരു തുള്ളി പോലും വെള്ളം ഒഴിക്കാതെയാണ് നമ്മുടെ ഈ ചിക്കൻ കറി ഇങ്ങനെ ഇരിക്കുന്നത്. കണ്ട ഗ്രേവി അത്യാവശ്യം ഗ്രേവി ഉണ്ട്. ഒന്ന് ജസ്റ്റ് ഒരു മിനിറ്റ് ഒന്ന് ഗ്യാസിൽ വെച്ച് ചൂടാക്കിയിട്ട് നമുക്ക് അതിലേക്ക് മല്ലിയില തൂവി കൊടുക്കാം. നല്ല മണം കിട്ടും. ഇനി നമുക്ക് ചൂടുള്ള ഈ ചിക്കൻ കറി ഒരു ബൗളിലേക്ക് മാറ്റാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ കറിയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. കുക്കറിൽ നമുക്ക് എളുപ്പം ചിക്കൻ കറി റെഡിയാക്കാം. ബാച്ചിലേഴ്സായിട്ട് താമസിക്കുന്നവർക്കൊക്കെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. വേഗം ചെയ്യാൻ പറ്റിയ ഒരു ചിക്കൻ കറിയാണ്. ചിക്കൻ കറിയുടെ റെസിപ്പിയാണ്. അധികം മസാലകളൊന്നുമില്ല. നല്ല യമ്മി ആയിട്ടുള്ളൊരു ചിക്കൻ കറിയാണ്. ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. ബൈ ബൈ.